ശ്രീരാജു പി നായർ, ഇപ്പോൾ ദിലീപുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു നിലപാടുണ്ട് കോൺഗ്രസിന്, അത് അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്താണ് പറഞ്ഞതെന്നറിയാം. ഇന്ന് വീണ്ടും വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ് എന്ന രൂപത്തിലാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. അങ്ങനെയല്ല എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടല്ലോ അല്ലേ ശ്രീരാജു പി നായർ? അല്ല, അങ്ങനെയല്ലാന്ന് ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹം തിരുത്തിയത്. തീർച്ചയായിട്ടും അതിനകത്ത് പാർട്ടിയുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഇത് ആദ്യം മുതൽ തന്നെ ഈ കേസ് ഉണ്ടാവുമ്പോൾ തന്നെ അതിൽ നിർണായകമായ ഒരു പങ്ക് വഹിച്ചത്, ആ കേസ് ഇത്തരത്തിൽ വരുന്നതിന് ഏറ്റവും നിർണായകമായ ആ അതിജീവിതയ്ക്ക് ധൈര്യം കൊടുത്തുകൊണ്ട് ഒരു നിയമപ്രക്രിയയിലേക്ക് കൊണ്ടുവന്നതിന് മുന്നിൽ നിന്നത് PT തോമസ് ആയിരുന്നു, ഇല്ലേ? അതിജീവിത തന്നെ പിന്നീട് ഒരിക്കൽ PT തോമസ് മരണപ്പെടുമ്പോഴും എല്ലാം അവരുടെ ആ അന്ന് നടന്ന സംഭവങ്ങളെ കുറിച്ച് അവർ സൂചിപ്പിക്കുകയുണ്ടായി. അതുമാത്രമല്ല, അന്നത്തെ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉൾപ്പെടെ മുഴുവൻ നേതാക്കന്മാരും, കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരും ഇപ്പോഴാണല്ലോ ഈ പറയുന്ന ദിലീപിന്റെ ഇതിന് മാറി അതിജീവിതയ്ക്ക് കുറെ കൂടി പിന്തുണയൊക്കെ വരുന്നത്. അന്ന് ഈ ദിലീപിന്റെ ഈ PR കൂട്ടം വലിയ രീതിയിൽ ദിലീപിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുമ്പോഴും കോൺഗ്രസ് വളരെ സുവ്യക്തമായ നിലപാടെടുത്ത് ആ അതിജീവിതക്കൊപ്പം തന്നെയല്ലേ നിന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം അതിജീവിതയ്ക്കൊപ്പമാണ് ഞങ്ങളുടെ നിലപാട്. ആരെങ്കിലും ഒരാൾ അതിനകത്ത് വിഭിന്നമായ ഒരു അഭിപ്രായം പറഞ്ഞാൽ അയാളെ തിരുത്തി എന്നുള്ളത് തന്നെ ഞങ്ങളുടെ നിലപാടിന്റെ ദൃഢതയുടെയും ആ നിലപാടിന്റെ ആത്മാർത്ഥതയുടെയും പ്രതീകമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞപ്പോ അതിനെ തിരുത്തിയിട്ടുണ്ട്. ശരി, അടൂർ പ്രകാശ് മാത്രമല്ലല്ലോ, കോൺഗ്രസിൽ പല നേതാക്കളും പല ഘട്ടങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായം പറയുന്നുണ്ട്. ഇപ്പോൾ ആലുവ കേന്ദ്രീകരിച്ച് ചില നേതാക്കൾ ഈ ഘട്ടത്തിൽ, അതായത് ഇപ്പോൾ ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് തെളിയിക്കുന്നതിന് മുൻപ് തന്നെ ജാമ്യത്തിലിറങ്ങിയ ഘട്ടത്തിൽ തന്നെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും ഒരുമിച്ച് ഫോട്ടോകൾ എടുക്കുകയും ഒക്കെ ചെയ്തതിൽ വനിതാ നേതാക്കൾ അടക്കമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൽ നിങ്ങൾ 2-3 നേതാക്കൾ, മുതിർന്ന നേതാക്കൾ, ഇതല്ല ഞങ്ങളുടെ നിലപാട് അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് പറയുമ്പോഴും വ്യത്യസ്ത സ്വരങ്ങൾ നിങ്ങൾ പറയുന്ന നിലപാടിന് വിരുദ്ധമായിട്ടുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്, പല ഘട്ടങ്ങളായി വരുന്നുണ്ട്. സ്മൃതി, ആരെങ്കിലും അയാൾ താമസിക്കുന്ന ആ പരിസരത്ത് അല്ലെങ്കിൽ ആ സമൂഹത്തിൽ ഏതെങ്കിലും ഭാഗത്ത് ചാർജ് ഷീറ്റ് ചെയ്യപ്പെട്ട ഒരാള് വരുന്നുണ്ടെങ്കിൽ അവരോടൊപ്പം ഒന്നും നിൽക്കാൻ പാടില്ലെന്നൊക്കെ പറയുന്നത് നിങ്ങൾ വല്ലാതെ അത് എന്താ പറയുക, ഒരു അപഹാസ്യമായ രീതിയിലേക്ക് കൊണ്ടുപോവാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ ബലാത്സംഗ കേസിൽ ചാർജ് ഷീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരാളുടെ കൈപിടിച്ച് കഴിഞ്ഞ ദിവസം കാണിച്ചത്, അല്ലെ? അതും ഇത്രയും വലിയ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ മുഖ്യമന്ത്രി ഒരു ബലാത്സംഗ കേസിലെ പ്രതിയുടെ കൈ കൊടുക്കുന്ന ചിത്രം നിങ്ങൾ കണ്ടില്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അപ്രസക്തരായിട്ടുള്ള ആരെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ വളരെ ചെറിയ ഒരു ഔദ്യോഗിക ഇതിലിരിക്കുന്ന ആൾക്കാരുടെയാണോ, അതോ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ഒരു പ്രതിക്ക് കൊടുക്കുന്ന പിന്തുണയാണോ പറയേണ്ടത്? അതല്ലേ ഏറ്റവും വലിയ ചതി. അതുമാത്രമല്ലല്ലോ, ഈ കേസിന്റെ തുടക്കം മുതൽ ഇങ്ങോട്ടേക്കെല്ലാം ഈ അതിജീവിതയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയതും അവർക്കെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചതും കേരളത്തിലെ LDF നേതാക്കന്മാരല്ലേ? കോടിയേരി ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ ആന്റണി രാജു, അതുപോലെ തന്നെ MM മണി, ഇവരെല്ലാം അതിജീവിതക്കെതിരെ രാഷ്ട്രീയമായ ദുഷ്ടലാക്കുണ്ട് എന്ന് ആരോപിച്ചില്ലേ 2022-ൽ? അവർ ഹൈക്കോടതി പോയപ്പോ എന്താ പറഞ്ഞത്? ഈ അതിജീവിത ഇപ്പോൾ ഈ ഹൈക്കോടതിയിലേക്ക് പോകുന്നത് രാഷ്ട്രീയ ദുഷ്ടലാക്കാണെന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്, ഇല്ലേ? MM മണി അവരെ അധിക്ഷേപിച്ചില്ലേ? ആന്റണി രാജു അധിക്ഷേപിച്ചില്ലേ? EP ജയരാജൻ അധിക്ഷേപിച്ചില്ലേ? എന്തുകൊണ്ട് അതൊക്കെ തള്ളിക്കളഞ്ഞത് ചെയ്യണം? കാരണം ജനങ്ങളെ സംബന്ധിച്ചോളം കൃത്യമായിട്ട് അതിജീവിതയ്ക്കൊപ്പമാണ് എന്നുള്ളതുണ്ട്. നിങ്ങളും അതിജീവിതയ്ക്ക് നീതി കിട്ടുകയാണ് പൊതു താല്പര്യം, അവരുടെ ഒപ്പമാണെന്നുണ്ടെങ്കിൽ വിഭിന്ന അഭിപ്രായങ്ങളെ പർവ്വതീകരിക്കുകയല്ല, മറിച്ചൊരു പ്രസ്ഥാനത്തിന്റെ നിലപാട് ഉയർത്തിപ്പിടിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ആദ്യഘട്ടം മുതൽ ഇങ്ങോട്ടേക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും മാറി മാറി വന്ന KPCC പ്രസിഡന്റുമാരും KPCCയും UDF-ഉം എല്ലാം എടുത്തിരിക്കുന്ന നിലപാട് അതിജീവിതയ്ക്കൊപ്പമാണ്. PT തോമസിന് ഏറ്റവും അധികം പിന്തുണ കൊടുത്തതും ഇതിനകത്ത് അദ്ദേഹം നിരാഹാര സമരം നടക്കുന്നത് ഉൾപ്പെടെ നടത്തുന്ന ശ്രമങ്ങളിലെല്ലാം ആ അതിജീവിതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലെല്ലാം കൂടെ പാറ പോലെ ഉറച്ചുന്ന KPCC-യാണ്. അതേസമയത്ത് ഇപ്പുറത്തെ വശത്ത് ഇതെല്ലാം രാഷ്ട്രീയമാണ് എന്ന് പറയുകയും അതിജീവിതയെ അപമാനിക്കുകയും ചെയ്ത പാർട്ടിയായിരുന്നു ഇപ്പുറത്ത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, M മുകേഷ് എന്ന് പറയുന്ന ഇന്നത്തെ ബലാത്സംഗ കേസിൽ പ്രതിയായ മുഖ്യമന്ത്രി കൈപിടിച്ചുയർത്തി ജനങ്ങളോട് എന്റെ സംരക്ഷണമുണ്ട് എന്ന് പറയുന്ന ഈ മുകേഷും, അതുപോലെ തന്നെ ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ അംഗമായ ഗണേഷ് കുമാറും എറണാകുളത്ത് അമ്മയുടെ യോഗത്തിൽ വെച്ച് നിങ്ങളോട് പൊട്ടിത്തെറിച്ച് ഓർമ്മയില്ലേ? എന്താ പറഞ്ഞത്? രണ്ടും ഞങ്ങളുടെ മക്കളാണ് എന്നല്ലേ പറഞ്ഞത്? അല്ലാണ്ട് ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ട അതിജീവിതക്കൊപ്പമാണെന്നല്ലല്ലോ പറഞ്ഞത്. ഞങ്ങളുടെ മക്കളാണ് രണ്ടുപേരും എന്നല്ലേ പറഞ്ഞത്. രണ്ടുപേർക്കൊപ്പം ഞങ്ങളുണ്ടോ? അങ്ങനെ നിലപാടുണ്ടോ? അപ്പോ കേരളത്തിലെ ഇടതുപക്ഷം ഇത് തുടക്കം മുതൽ ഇതിനെ അട്ടിമറിക്കാൻ വേണ്ടി, ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നതാണ്. ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഇടപെട്ടിരുന്ന PT തോമസിനെ കുറിച്ച് അന്വേഷിക്കണം,
അദ്ദേഹത്തിന് ഈ കേസിനുള്ള പങ്ക് അന്വേഷിക്കണം എന്ന് പറഞ്ഞത് എം സ്വരാജ് MLA ആണ്, അന്ന് MLA ആയിരിക്കുമ്പോ, അല്ലെ? അപ്പൊ ഇവരുടെ എല്ലാ ലക്ഷ്യം രാഷ്ട്രീയമായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചോളം വളരെ കൃത്യമായിട്ട് ആ അതിജീവിതയ്ക്കൊപ്പമുള്ള നിലപാടെടുത്തിരിക്കും. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.